ഇടി അവള് പറക്കുന്ന ഒരു പരുന്നും ടോം ഒരു കോഴിയുമാണ്. കോഴിയാ? കോഴിയല്ല, കോഴിക്കുഞ്ഞ്. നീ കണ്ടില്ലേ പരുന്ത് റാഞ്ചിക്കൊണ്ട് പോണത് കോഴിക്കുഞ്ഞിനെ? ഐതിഹ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. ആ എനിവേ, അപ്പൊ ഇവള് വന്നിട്ട് ഈ ടോമിനെ പറത്തിട്ട് അങ്ങ് കൊണ്ടുപോകും. പരുന്തിനെയാ? പരുന്ത് വന്ന് കോഴിക്കുഞ്ഞിനെ കൊത്തിക്കൊണ്ട് പോണ പോലെ ടോമിനെ കൊണ്ടുപോകുന്നു ക്രിസ്റ്റീന. അങ്ങനെ മനസ്സിലാവണ ഭാഷ പറയടി. പിന്നെ രണ്ടും കൂടെ ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? മനുഷ്യന് സമാധാനം കിട്ടാൻ ഇങ്ങോട്ട് വന്നത്, ഇപ്പൊ രണ്ടും കൂടെ തുടങ്ങിക്കോളൂ. നമ്മുടെ സമാധാനം എല്ലാം കൊണ്ടുപോകും അവള്. ഇത് സമയത്താണ് പുതിയ ടീം. എനിക്ക് തോന്നുന്നതേ, ഒന്നും തോന്നിട്ടോ? അതെന്താ? ആണോ തോന്നിക്കോ? ഇന്നെങ്ങാനും തോന്നുവോ? എന്തുവാ? ഓ വന്നോ? എന്തിനാണ് അപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ശൃംഗാരം കഴിഞ്ഞു കാണും. നീ ഇങ്ങനെ അവളെ ദുഷിപ്പ് പറഞ്ഞോണ്ടിരുന്നു. അവളവിടെ വർക്ക് ചെയ്ത് തീരാറായി. ചുമ്മാ തള്ളുന്നയാടി. ചുമ്മായൊന്നും അല്ല, അവള് വർക്ക് ചെയ്ത് തീരാറായെന്ന്. അവളങ്ങനെ നിന്നെക്കാൾ മുമ്പ് സബ്മിറ്റ് ചെയ്താലേ വില പോണ നിന്റെയാണ്. അത് നീ ആലോചിച്ചോളാം. ഇത്രയും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അവള് കൊണ്ടുപോകും, ടോമിനെ കൊണ്ടുപോകും. നീ എന്താ പറയണത്? അവൾ ഈ വർക്കൊക്കെ ചെയ്ത് അവിടെ നേരത്തെ ഇംപ്രഷനൊക്കെ വാങ്ങിച്ച് എല്ലാം സേഫ് സൈഡിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ദുഷിപ്പം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അവൾക്ക് ഉടനെ പ്രൊമോഷൻ കിട്ടി അവൾ MD ആയിട്ട് വരും. അപ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കും. അത് തന്നെ, അങ്ങനെ ഇരുന്നാൽ മതി. അണ്ണ പറഞ്ഞാണ് കറക്റ്റ്. ഇവളുമാരുടെ കൂട്ടുകൂടിയ നേരത്തിന് അവളോടെ കൂട്ടുകാൻ മതിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അവന് ബുദ്ധി വെച്ച് തോന്നണം. മാമണ്ണന്നൊക്കെ പറഞ്ഞ് പോകാൻ പറ്റും. നമുക്കൊരു സ്ഥലത്ത് വരെ പോകണം. ഫയൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി റീജിയണൽ ഓഫീസിൽ പോകല്ല. ഫയൽ കൊണ്ട് എടുത്തു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവളങ്ങാണ് ഇതിന് MD ആയി ഞാൻ അപ്പം ജോലി റിസൈൻ ചെയ്ത് എന്റെ പാട്ടിന് ഞാൻ പോകും. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, അവൾ എഴുതിയാണോ സൂക്ഷിക്കുന്നത് ഈ പ്രൊജക്ട്, അതോ സിസ്റ്റത്തിലാണോ റെക്കോർഡ് ചെയ്യുന്നത്? എന്തേ? ഫയലായിട്ട് നമുക്ക് കത്തിച്ച് കളയല്ലോ.